പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഭൂമി ലോകത്ത് ജനങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ നശിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു ദൈവവും ഈ ഭൂമി ലോകത്ത് നാശം വിതച്ചിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര നീചനാണോ എന്ന് ചോദിക്കപ്പെടും. നിങ്ങളുടെ ഇസ്ലാം മതത്തിലെ അല്ലാഹു നീചനായത് കൊണ്ടാണല്ലോ ഈ സമുദായത്തെ എല്ലാം നശിപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ നശിപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിർദ്ദേശങ്ങളോടുകൂടി മാനവ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. അവർ താക്കീതുകാരായിരുന്നു. അവർ പറഞ്ഞു, ജനങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. ഞാൻ നിങ്ങളിൽ നിന്നും ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ ഒരു പ്രതിഫലവും വേണ്ട. ഞാൻ വ്യക്തമായ താക്കീതുകാരനാണ്. സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു ഇലാഹിനെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. കുഴപ്പമുണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു പെടുന്നതിനെ അങ്ങ് പിടിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു സാവകാശമുണ്ട്. ഇന്നൊരാൾ തെറ്റ് ചെയ്താൽ, ഇന്നൊരു സമൂഹം തെറ്റ് ചെയ്താൽ നാളെ പിടികൂടണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരു കാലാവധി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓർമ്മയിൽ നിന്നും ഏതൊരു വസ്തുവും മായ്ക്കപ്പെടും. നമ്മുടെ ചിന്തകളും നമ്മുടെ ചിന്താശക്തികളും അത്രയ്ക്കേ ഉള്ളൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം നോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിലേക്ക് വരുന്നില്ല എങ്കിൽ അല്ലാഹു അവൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കും. നേരെ മറിച്ച് തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന സമൂഹത്തിലേക്ക് പ്രബോധകരായി അവിടുത്തെ ദൂതന്മാർ ചെന്നു കഴിഞ്ഞപ്പോൾ, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയപ്പോൾ, അവർ പശ്ചാത്തപിച്ച് അവരുടെ നിലപാട് മാറ്റിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും നിലപാട് മാറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആദിനെയും, അതായത് ആദ് സമൂഹത്തെയും സമൂദിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവർ, അതായത് ആദിനെയും സമൂഹത്തെയും സമൂദിനെയും നാം നശിപ്പിച്ചു. അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും തന്നെ നിങ്ങൾക്കത് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളെ പിശാച് അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് സത്യമാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്തു. അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ കഴിവുള്ളവരായിരുന്നു, പക്ഷേ അതവർ ചെയ്തില്ല. ആദിനെയും സമൂദിനെയും അല്ലാഹു നശിപ്പിച്ചു എങ്കിൽ അവരിലേക്ക് ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി ചെന്നപ്പോൾ ഈ ദൂതന്മാരെ അവർ പരിഹസിച്ച് തള്ളി. അവർ നാട്ടിൽ നിന്ന് ഓടിക്കാനാണ് നോക്കുന്നത് എല്ലാ പ്രവാചകന്മാരെ. അവരംഗീകരിക്കുന്നില്ല. പുല്ലുവില പോലും കൊടുക്കാതെ അവർ തള്ളിക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു ആദിനെയും സമൂദിനെയും നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഖാറൂനെയും ഫിർഔനെയും ഹാമാനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. വഖാറൂന വഫിർഔന വഹാമാൻ വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത്. അതായത് അവരുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം, ഈ ബൈബിൾ പറയുന്നത് മോശ, അതായത് മൂസ പ്രവാചകൻ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുക്കൽ വന്നു. അപ്പോൾ അവർ നാട്ടിൽ അഹംഭാവം നടിച്ചു. പക്ഷേ അവർ നമ്മുടെ ശിക്ഷയിൽ നിന്ന് ഓടിപ്പോകുന്നവരായിട്ടില്ല. ഇത് പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. എന്തിനിത് ഖുർആൻ പറയുന്നു? ആരുടെ അടുത്ത് നിന്ന് കട്ടെടുത്തതൊന്നുമല്ല. ഇനി ആരിനി ബൈബിളിൽ നിന്ന് കട്ടെടുത്തതാണെങ്കിൽ തന്നെ ഇത് വിശ്വസിക്കാമല്ലോ. അപ്പോൾ ആ മൂസയെയും ആ സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയെ രക്ഷപ്പെടുത്തുകയും മറ്റ് മൂസ നബിയെ ധിക്കരിച്ചവരെ അല്ലാഹു നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഖാറൂൻ, ഫിർഔൻ, ഹാമാൻ അതിൽപ്പെട്ടവരായിരുന്നു. അതിനാൽ അവരെ എല്ലാവരെയും അവരുടെ കുറ്റത്തിന് നാം പിടിച്ചു ശിക്ഷിച്ചു. അവർ നല്ല കാര്യത്തിനല്ല, അവരുടെ ശിക്ഷ കുറ്റത്തിനാണ് അവർ ശിക്ഷിച്ചത്. അങ്ങനെ നാം ചരൽക്കാറ്റ് അയച്ചവർ അവരിലുണ്ട്. ചരൽക്കാറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട്. ഘോര ശബ്ദം പിടികൂടിയവരും അവരുണ്ട്. കിടുങ്ങിപ്പോകുന്ന, നെഞ്ചുകൾ പൊട്ടിപ്പോകുന്ന, ഹൃദയങ്ങൾ തകർന്നു പോകുന്നതായ ഘോരമായ ശബ്ദം, ആ ശബ്ദം അവരെ പിടികൂടി. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞവരും അവരുടെ കൂട്ടത്തിലുണ്ട്. നാം വെള്ളത്തിൽ മുക്കിക്കൊന്നവരും അവരിലുണ്ട്. അള്ളാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷേ അവർ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ലൂത്ത് നബിയുടെ അടിമേൽ മറിച്ചു കളഞ്ഞു. അപ്പോൾ നാം ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്തത് അള്ളാഹു തന്നെയാണ്. അതിൽ മറ്റ് ദൈവങ്ങൾക്കൊന്നും ഒരു സ്വാധീനമോ ഒന്നുമില്ല. ഈ ഘോര ശബ്ദം പിടികൂടിയതും, മണൽക്കാറ്റയച്ചതും, ചരൽക്കാറ്റയച്ചതും, വെള്ളങ്ങൾ എത്തിച്ചതും, ഭൂകമ്പമുണ്ടാക്കിയതും എല്ലാം അല്ല തന്നെയാണ്. ഒരു യേശുക്രിസ്തുവും അല്ല, ഒരു കൃഷ്ണനും അല്ല, ഒരു ഭദ്രകാളിയുമല്ല, ഒരു ശിവനുമല്ല, ഒരു വിഷ്ണുവുമല്ല. അല്ല തന്നെയാണ് ഈ സമൂഹത്തിൻ്റെ മേൽ ചമ്മട്ടി പ്രയോഗിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഫറോവയെ മുക്കിക്കൊന്നു വെള്ളത്തിൽ. ഹാമാനെയും ഖാറൂനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. ഭൂമിയിലേക്ക് ആട്ടപ്പെട്ടു. കൊട്ടാരത്തോടുകൂടിയും സമ്പത്തോടുകൂടിയും എല്ലാം ഭൂമിയുടെ അഗാധതയിലേക്ക് ആഴ്ത്തപ്പെട്ടവരുണ്ട്. അല്ലാഹുവിൻ്റെ ആ ശിക്ഷ ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് സഹോദരന്മാരെ നമുക്ക് പറയാൻ പറ്റില്ല. അന്നും എന്നും നിങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്: അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളോട് വീണ്ടും വീണ്ടും ഉണർത്തുന്നു. ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും പേമാരികളും, ആകാശത്ത് നിന്ന് ചരൽക്കാറ്റുകളും, ഭൂമിയിൽ നിന്ന് ചരൽക്കാറ്റുകളെ, അതായത് കല്ലുകളെ പ്രവഹിച്ചുകൊണ്ടുള്ള ഭയങ്കരമായ കാറ്റുകളും ഘോര ശബ്ദങ്ങളും ഇനിയും അല്ലാഹുവിന് അയക്കാൻ പറ്റും. ആ ശിക്ഷ ഇറക്കുന്നതിനൊന്നും അവൻ പിന്നോട്ടല്ല. നമ്മുടെ നിലപാട് നമ്മൾ ചൊവ്വാക്കിയാൽ അള്ളാഹു ഇറക്കാനിരിക്കുന്ന അദാബുകളിൽ നിന്നും നമുക്ക് മോചനം തരും. അള്ളാഹുവിനെ സ്മരിച്ച്, അവനെ ഇഷ്ടപ്പെട്ട്, അവനെ ആരാധിക്കുവാൻ നാം ശ്രമിക്കണം. നാഥൻ അതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീക്കൂത്തുകളുടെയും ആർഭാടങ്ങളുടെയും തോന്നിവാസത്തിൻ്റെയും പേരിൽ പലവിധ ആരാധനകൾ കൊണ്ടും അക്രമങ്ങൾ കൊണ്ടും ലോകം അഴിഞ്ഞാടുമ്പോൾ ഇതൊന്നും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളൊരു ധാരണ വേണ്ട. എല്ലാ രഹസ്യവും പരസ്യവുമായ കാര്യം റബ്ബ് അറിയുന്നുണ്ടെന്നുള്ളതായ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ തല്ലാഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതൊന്നും അല്ലാഹു കാണുന്നില്ല എന്നല്ല. കാരണം അവൻ അള്ളാൻ്റെ സൃഷ്ടിയാണ്. നിന്റെ തള്ള എന്താണ് നോക്കി നിൽക്കുന്നത്? തല്ലാഹു ഊരിലിങ്ങളെ വിട്ടിട്ടില്ലേ? കുറേ ആളുകൾ അങ്ങോട്ട് പോയില്ലേ? ഈ പുലമ്പുന്നവനെല്ലാം നാളെ 6 അടി മണ്ണിലേക്കോ ചിതയിലേക്കോ വെക്കേണ്ടവനാണ്. അവനൊന്നും ഇവിടെ ശാശ്വതമല്ല. അവൻ എത്ര നാൾ പോകും, അവൻ്റെ ഞെകളിപ്പ് എത്രമാത്രമുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ആ പോകുന്നത്. പക്ഷേ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നവരൊന്നും നല്ല രീതിയിൽ മരിക്കാറില്ല. യാതൊരു സംശയമില്ല. അവൻ ഒരുപക്ഷെ യുവാവായിരിക്കാം. അവൻ്റെ യുവത്വങ്ങളൊക്കെ കുറച്ചങ്ങ് പോകുമ്പോൾ അവൻ വളരെയധികം അധമനായിട്ടായിരിക്കും അള്ളാഹു അവനെ മരിപ്പിക്കുന്നത്. കാരണം തല്ലാഹി ആരാണെന്ന്, ഈ തല്ലാഹു ആരാണെന്ന് അന്നവൻ കാണും. അന്നവൻ്റെ കണ്ണുകൾ കൊണ്ടവൻ ദർശിക്കും. എൻ്റെ റൂഹിനെ പിടിക്കുവാനും എൻ്റെ മരണമാസന്നമായി, ഇതാ എനിക്ക് മറ്റൊരു ലോകത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അവിടെ നരകമുണ്ട്. മലായിക്കത്തുകൾ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ശരിയാണല്ലോ ഇസ്ലാം പറഞ്ഞത്. ഓരോരുത്തരുടെയും പ്രസംഗങ്ങളിൽ എത്രയോ സത്യമുണ്ടായിരുന്നു, ഞാനത് കേട്ടിരുന്നു. പക്ഷേ സത്യം വന്നതിന് ശേഷവും അതിനെ ഉൾക്കൊള്ളാതെ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കളഞ്ഞ സമൂഹമായി ഇന്ന് ലോകം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഓരോ സ്ഥലങ്ങളിലും ഭൂകമ്പവും കൊടുങ്കാറ്റും പേമാരിയും അടിമേൽ മറിക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടാകില്ല എന്നുള്ളൊരു ആ ഒരു വിശ്വാസം നമുക്ക് വേണ്ട. അള്ളാഹുവിന് ഏത് രാജ്യത്തെയും നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിലുണ്ടാകൽ ഏറ്റവും അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരണത്തിൽ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവിലേക്ക് അടുക്കുക. യഥാർത്ഥ സൃഷ്ടാവിലേക്ക് അടുക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതുതന്നെയാണ് വിജയം. നിങ്ങൾ എത്രയധികം എന്തെല്ലാം തെളിവുകൾ നിരത്തിയാലും അള്ളാഹു എന്നുള്ള സർവശക്തൻ്റെ മുന്നിൽ ഈ തെളിവുകളൊന്നും വിലപ്പോകില്ല. കാരണം പ്രപഞ്ചത്തെ തൂണുകളില്ലാതെ, ആകാശത്തെ തൂണുകളില്ലാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ശക്തൻ അത് റബ്ബാണ്. പ്രകൃതിയിലെ സുന്ദരമായ പ്രതിഭാസങ്ങൾ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നതും ചെടികൾ മുളപ്പിക്കുന്നതും എല്ലാതരം ജീവജാലങ്ങളെ കൊണ്ട് ഭൂമിയിൽ നിറച്ചതും ആ സർവശക്തനായ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ അവൻ്റെ ശക്തിയെക്കുറിച്ച് വർണ്ണിക്കാനോ പറയുവാനോ സാധ്യമല്ല. അതുകൊണ്ട് ആ റബ്ബിലേക്ക് എടുക്കുക. നിർജീവ വസ്തുക്കളുടെ മുന്നിൽ പ്രണാമവും സുജൂദും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കരുതേ എന്ന് ഉണർത്തുകയാണ്. നൈമിഷികമായ ജീവിതത്തിൽ ഒരുപക്ഷെ അല്പസുഖം കിട്ടാം, ഒരുപക്ഷെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിച്ച് തന്നെ മരിക്കാം. ഇല്ലെങ്കിൽ തീർച്ചയായും നാളെ നരകശിക്ഷയുണ്ടായിരിക്കുമെന്ന് യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല, യാതൊരു സംശയമില്ല. ചിന്തിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണോടിക്കുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.